ഈ ഹമാസ് പിടിച്ചുകൊണ്ടുപോയ പെൺകുട്ടികളെയൊക്കെ ലൈംഗികമായിട്ട് ദുരുപയോഗിച്ചെന്നൊക്കെയുള്ള വാർത്തകൾ ഈ ദിവസങ്ങളിൽ പുറത്തു വരികയാണ്. ഇസ്രായേലിൽ നിന്നും ഒരുപാട് പെൺകുട്ടികളെയാണ് കൊണ്ടുപോയത്. ഇവരെല്ലാം പല രീതിയിൽ മിസ്യൂസ് ചെയ്തതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഈ ബന്ദിമോചനത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തു വന്നവരൊക്കെ അത് തുറന്നു പറയുകയാണ്. നമ്മൾ അതിശയപ്പെട്ടു പോകും കേട്ടോ. കാരണം ഇങ്ങനെ സെക്ഷുവലായിട്ട് അബ്യൂസ് ചെയ്യപ്പെട്ടവർ അത് തുറന്നു പറയാൻ കാണിക്കുന്ന ഒരു കഴിവ്, അത് നമ്മളെപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇതൊക്കെ തുറന്നു പറയാനായിട്ടുള്ള പ്രേരണ ഉണ്ടായിരിക്കുന്നത് വലിയ കാര്യം തന്നെയാണ്. എന്തായാലും ഹമാസ് പിടിയിൽ 500 ദിവസത്തോളം അടുത്ത് ചെലവഴിച്ച ഒരു 6 പെൺകുട്ടികൾ കഴിഞ്ഞിടയ്ക്ക് മോചിപ്പിക്കപ്പെട്ടായിരുന്നു ഈ ആദ്യത്തെ ബന്ദിമോചന സമയത്ത്. അതിൽ കരീന അരിയേവ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് വലിയൊരു തുറന്ന പ്രശ്നം നടത്തിയിരിക്കുന്നത്. അവൾ ഹമാസ് തീവ്രവാദികൾ അവളെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ള ആ വലിയ സത്യം അവൾ തുറന്നു പറഞ്ഞിരിക്കുന്നു, ലോകത്തോട് തുറന്നു പറഞ്ഞിരിക്കുന്നു. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിലെ നഹാലോസ് എന്ന് പറയുന്ന സ്ഥലത്ത് അതിർത്തിയിൽ സൈനിക ഔട്ട് പോസ്റ്റിൽ ഡ്യൂട്ടി ചെയ്യുകയായിരുന്നു ഈ പട്ടാളക്കാരായ യുവതികൾ. അവിടേക്കാണ് ഹമാസിൻ്റെ പോരാളികൾ എന്ന് പറയുന്ന കാമഭ്രാന്തന്മാർ കയറി വരുന്നത്. അവരെ ആക്രമിച്ചു, അവരെ കുറേ പേരെ കൊന്നു. ഈ കരീന അരിയേവ് എന്ന് പറഞ്ഞ പെൺകുട്ടി ഉൾപ്പെടെയുള്ള പെൺകുട്ടികളെ, സൈനികരായ പെൺകുട്ടികളെ അവർ ഗാസയിലേക്ക് കൊണ്ടുപോയി. ബന്ദികളെ കൊണ്ടുപോകുന്ന പല വീഡിയോസ് നമ്മൾ കണ്ടതാണ്. അതിലൊരു വീഡിയോ ഈ കരീന അരിയേവിൻ്റെ തന്നെയായിരുന്നു. ഒരു താറിലൊക്കെ കയറ്റുന്ന വീഡിയോ നമ്മൾ കണ്ടായിരുന്നല്ലോ. അവർ ഈ നഹാലോസിൽ നിന്ന് കൊണ്ടുപോയ പെൺകുട്ടികളെയാണ് അങ്ങനെ കൊണ്ടുപോയത്. അതിനുശേഷം ഒരു കെട്ടിടത്തിനുള്ളിൽ കൊണ്ടുപോവുകയും അവിടെ ഈ പെൺകുട്ടികളൊക്കെ ഇരുത്തുന്നതും ഇവരോട് പറയുന്നതും എനിക്ക് ഗാസയിൽ കൂട്ടുകാരുണ്ട്, ഞങ്ങളെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അപേക്ഷിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത് ലിറി അൽബാഗ്, നാമ ലവി, ഡാനിയല ഗിൽബോവ എന്നീ പെൺകുട്ടികളാണ്. ഇവരൊരുമിച്ചാണ് ഇപ്പോൾ മോചിപ്പിച്ചത്. എന്തായാലും ഇപ്പോൾ കരീന അരിയേവാണ് അവൾക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നത്. അവളെ സെക്ഷലി അബ്യൂസ് ചെയ്തു തീവ്രവാദികൾ. ഹമാസിൻ്റെ പിടിയിൽ അവൾ ലൈംഗികമായിട്ട് അവളെ യൂസ് ചെയ്തു. ഇത് സ്ഥിരം പരിപാടിയാക്കാൻ വേണ്ടി ആ തീവ്രവാദി ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ തീവ്രവാദികളുടെ ഇടയ്ക്ക് നല്ല ആൾക്കാരുണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല. കാരണം ഈ ലൈംഗികമായിട്ട് പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതിനെ എതിർക്കുന്ന ഒരു ലീഡർ അവരുടെ കൂട്ടത്തിലുണ്ടെന്ന് ഈ കരീന അരിയേവ് പറയുകയാണ്. അപ്പോൾ അയാൾക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ചെയ്യുന്നത്. അയാൾ അവിടെ കർശനമായിട്ട് അവിടെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇവരെ നോക്കാൻ നിൽക്കുന്ന ഈ തീവ്രവാദിയോട് പറഞ്ഞിട്ടുണ്ട്, ഇവരെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ലംഘിച്ചാണ് ഈ തീവ്രവാദി ഈ പെൺകുട്ടിയൊക്കെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ പിന്നീട് ഇവരുടെ ശല്യം സഹിക്കാതെ വന്നപ്പോൾ ഇവർ തന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇനി അയാളോട്, അതായത് ഇവരുടെ ലീഡറോട് പറഞ്ഞു കൊടുക്കും എന്നുള്ള ഒരു ഭീഷണിപ്പെടുത്തിയതിൻ്റെ പേരിൽ പിന്നെ ഇവരെ ലൈംഗികമായിട്ട് അദ്ദേഹം ചൂഷണം ചെയ്തില്ല എന്നാണ് ഈ കരീന ഇവിടെ പരസ്യമായിട്ട് പറയുന്നത്. ഈ കരീന ഈ ഒരു കാര്യം തുറന്നു പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവളെ ഈ ഒക്ടോബർ 7 കൊണ്ടുപോയ സാഹചര്യങ്ങളെക്കുറിച്ചും ഒക്ടോബർ 7 ഇവിടുന്ന് കൊണ്ടുപോയ അനുഭവത്തെക്കുറിച്ചും അവൾ പറയുന്നു. ഈ തീവ്രവാദികൾ വന്ന് ആ ഔട്ട് പോസ്റ്റ് ആക്രമിച്ച് ഒരുപാട് പട്ടാളക്കാരെ വെടിവെച്ച് കൊന്നതിന് ശേഷം ഇവളെ ആക്രമിക്കുന്ന സമയത്ത് ഇവളുടെ ദേഹത്ത് ഭാഗ്യവശാൽ വെടിയൊന്നും കൊണ്ടില്ല. വെടികൊണ്ട് വീണവരുടെ കൂട്ടത്തിൽ, അതായത് മരിച്ചു കിടക്കുന്നവരുടെ കൂട്ടത്തിൽ ഇവള് കിടന്നു, മരിച്ചതുപോലെ കിടന്നു. കാരണം ഇവരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഇവള് മരിച്ചതുപോലെ അവിടെ കിടന്നു. പക്ഷേ ഇവളുടെ പൾസ് ചെക്ക് ചെയ്ത ഒരു തീവ്രവാദി ഇവൾക്ക് ജീവനുണ്ട് എന്ന് മനസ്സിലാക്കുകയും ഇവളെ കൈവിലങ്ങ് അണിയിച്ചതിന് ശേഷം ഗാസിലേക്ക് കൊണ്ടുപോകാനുള്ള വാഹനത്തിലേക്ക് കയറ്റുകയുമാണ് ഉണ്ടായത്. അതിനുശേഷം ഇവള് പറയുന്നു, ഇവിടെ ചെന്നതിന് ശേഷം, അതായത് ഗാസയിലെ ഒരു തുരങ്കത്തിലേക്ക് ഇവരെ കൊണ്ടുപോയതിന് ശേഷം ഇവൾ ഒരു ഇസ്രായേലി യുവാവിനെ കണ്ടുമുട്ടിയ കാര്യം ഇവൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മൾ ഇടയ്ക്ക് വാർത്തയിൽ കണ്ടായിരുന്നു, ഇസ്രായേൽ ആർമിയുടെ തന്നെ വെടിയേറ്റ് മരിച്ച ഒരു ഇസ്രായേൽ ബന്ദിയുടെ വാർത്തയെക്കുറിച്ച്. ഐറിസ് ഹൈം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണത്. അവൻ നല്ല മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണ്. ഇവൻ ഹമാസിൻ്റെ തടവിൽ കഴിഞ്ഞിരുന്ന സമയത്താണ് 1-2 പേരോടൊപ്പം അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുന്ന സമയത്താണ് തെറ്റിദ്ധാരണയുടെ പുറത്ത് IDF, അതായത് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് വെടിവെക്കുകയും അങ്ങനെ ഐറിസ് ഹൈം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അവിടെ ഗാസയിൽ വെച്ച് ഇസ്രായേലിൻ്റെ വെടിയേറ്റ് തന്നെ മരിച്ച ഒരവസ്ഥ നമ്മൾ വാർത്തയിലൂടെ ഒക്കെ കണ്ടതാണ്. അപ്പോൾ അത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഐറിസ് ഹൈ മാത്രമല്ല, കുറച്ച് 1-2 പേർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്തായാലും ഇവളെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു തുരങ്കത്തിൽ നിന്ന് മറ്റൊരു തുരങ്കത്തിലേക്ക് മാറ്റുന്ന സമയത്ത് അവനെ അവിടെ കണ്ടതായിട്ടും അവർ പരസ്പരം സംസാരിച്ചതായിട്ടും
അവർ പരസ്പരം ഹഗ് ചെയ്തിട്ടൊക്കെ അവൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ ഒരു പെൺകുട്ടിയെ, അപ്പോൾ ഈ ഇവിടുന്ന് കൊണ്ടുപോയ, ഇസ്രായേലിൽ നിന്ന് കൊണ്ടുപോയ പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെയെല്ലാം ഈ നരാധമന്മാർ, ഈ ഹമാസ് എന്ന് പറയുന്നവന്മാർ ലൈംഗികമായിട്ട് സെക്ഷുവലായിട്ട് അബ്യൂസ് ചെയ്തിട്ടുണ്ടാകുമെന്നാണ് കരീന അരിയേവ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്തായാലും ഒരു പെൺകുട്ടി തുറന്നു പറഞ്ഞിരിക്കുന്നു, അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷേ ഇസ്രായേലികളെ സംബന്ധിച്ച്, യഹൂദരെ സംബന്ധിച്ച് അവർ ജീവിതത്തെ അല്ലെങ്കിൽ ഒരു ആത്മഹത്യ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ നൈരാശ്യം കൊണ്ടോ ഒന്നും നേരിട്ട് അത് ഇല്ലാതാക്കി കളയുന്നവരൊന്നുമല്ല. അവർ എന്ത് സാഹചര്യത്തെയും പുഞ്ചിരിയോടുകൂടെ ധീരതയോടുകൂടി നേരിടുന്ന ആളുകളാണ് ഇസ്രായേലികൾ. അത് നമുക്ക് അവരുടെ ചരിത്രം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.